നമസ്കാരം. റെജി ലൂക്കോസിന്റെ ബി.ജെ.പിയിലേക്കുള്ള ചാട്ടത്തിൽ അദ്ദേഹത്തെ പരിഹസിച്ച് ആരോഗ്യ വിദഗ്ധനും കഴക്കൂട്ടത്തെ മുൻ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ എസ് ലാൽ ചില നിമിഷങ്ങളിൽ നിഷ്കളങ്കനായ ഒരു പാവ മനുഷ്യനായി അദ്ദേഹത്തെ തോന്നിയിട്ടുണ്ട്. നൈമിഷികമായി നിഷ്കളങ്കതയുള്ളവർക്ക് ഗുരുതരമായ അപകടങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അത്തരമൊരു നിമിഷത്തിൽ റെജി ലൂക്കോസ് കെണിയിൽ വീണതാണെന്ന് തനിക്ക് തോന്നുന്നുവെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. മറ്റൊരു പോസ്റ്റിൽ സഹയാത്രികൻ എന്ന പദം മലയാള ഭാഷയിൽ നിന്ന് കടക്കുപുറത്ത് എന്ന് ഉത്തരവായിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം. അദ്ദേഹത്തിൻ്റെ കുറിപ്പിങ്ങനെ: വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക്. റെജി ലൂക്കോസിനൊപ്പം ഒരുപാട് പ്രാവശ്യം ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എതിർപക്ഷത്താണെങ്കിലും ചർച്ചകളിൽ എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അമേരിക്കയിൽ ജീവിച്ചിട്ടുള്ളവർ എന്ന പേരിൽ എന്നോട് ഐക്യപ്പെടാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചില വലിയ വിഷയങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യുമ്പോൾ റെജി ലൂക്കോസ് കഥയില്ലാത്ത മനുഷ്യനാണെന്ന് തോന്നിയിട്ടുണ്ട്. അറിയാത്ത വിഷയങ്ങളിൽ വിദഗ്ധനായി ചർച്ചയ്ക്ക് പോകരുതെന്ന് മലയാളിക്ക് ബോധ്യമുണ്ടാക്കിയ വ്യക്തി കൂടിയാണ് റെജി. ചർച്ചകളിൽ ഉച്ചത്തിൽ ആക്രോശിക്കുകയും ശക്തിയായി വാദിക്കുകയും ചെയ്യുമെങ്കിലും നിലപാടുകളിൽ സ്ഥിരതയില്ലെന്ന് തോന്നിയിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായി പോകുന്നത് അദ്ദേഹം സ്വയം തന്നെ അറിയില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ചർച്ചയുടെ ചില നിമിഷങ്ങളിൽ നിഷ്കളങ്കനായ ഒരു പാവം മനുഷ്യനായും തോന്നിയിട്ടുണ്ട്. നൈമിഷികമായ നിഷ്കളങ്കതയുള്ളവർക്ക് ഗുരുതരമായ അപകടങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അത്തരമൊരു നിമിഷത്തിൽ റെജി ലൂക്കോസ് കെണിയിൽ വീണതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. CPM-നെ പറ്റി ഇപ്പോൾ റെജി പറയുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് CPM-കാർക്കും അറിയാം. അന്ധമായ നിലപാടുകൾ എടുക്കുന്നതും തെറ്റ് സമ്മതിക്കാതിരിക്കുന്നതുമാണ് ഒരാൾ CPM ആകുന്നതിന് കാരണമാകുന്ന ജനിതക ഘടകങ്ങളെന്ന് നമുക്കറിയാം. എന്നാൽ കുറച്ച് പ്രായമൊക്കെയായി ജീവിതത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർ CPM വിടാറുണ്ട്. ചിലർ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും, ചിലർ കോൺഗ്രസ് അനുഭാവികളോ പ്രവർത്തകരോ ആകും. അതുകൊണ്ടാണ് അക്രമം കാണിച്ചാണെങ്കിലും കൂടുതൽ കോളേജുകളിൽ SFI ജയിക്കുമ്പോഴും ഇടവിട്ട് അസംബ്ലിയിലും പഞ്ചായത്തിലും പിന്നെ പാർലമെന്റിലും UDF ജയിക്കുന്നത്. CPM-ൽ നിന്ന് കോൺഗ്രസിൽ ചേരുന്നത് അടിമച്ചങ്ങല പൊട്ടിച്ച് സ്വതന്ത്രമാകലാണ്. CPM-ൽ നിന്ന് ചാടി BJP-യിൽ പോകുന്നത് വറചട്ടിയിൽ നിന്ന് എരുതിയിൽ വീഴുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. റെജി ലൂക്കോസിന്റെ മനമാറ്റം CPM-നെ കടുത്ത പ്രതിരോധത്തിലാക്കിയതോടെ പതിപോലെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ടാണ് സഖാക്കൾ രംഗത്തെത്തിയത്. റെജി ലൂക്കോസ് പാർട്ടിയുടെ ഒരു ഘടകത്തിലും അംഗമായിരുന്നില്ലെന്നും മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്തതാണ് ഇടത് സഹയാത്രികൻ എന്ന വിശേഷണമെന്നുമാണ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ വാദം. എന്നാൽ പാർട്ടിയുടെ ലേബലിൽ വർഷങ്ങളോളം ഔദ്യോഗികമായി ചർച്ചകളിൽ പങ്കെടുത്ത വ്യക്തിയെ ഒറ്റ രാത്രി കൊണ്ട് തള്ളിപ്പറയുന്ന CPM നിലപാട് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ പരിഹാസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. റെജി ലൂക്കോസിന്റെ തന്നെ പഴയ പോസ്റ്റുകളും BJP നേതാക്കൾക്കെതിരായ കമന്റുകളും ഈ ഘട്ടത്തിൽ ട്രോളന്മാർ കുത്തിപ്പോകുന്നുണ്ട്. ഇതിലേറ്റവും ചർച്ച ചെയ്യപ്പെട്ടത് 2025 ഒക്ടോബർ 27-ന് റെജി ലൂക്കോസ് ഫേസ്ബുക്കിലിട്ട ഒരു ഫോട്ടോയാണ്. ഇവരിൽ ആരാണ് തട്ടിപ്പിൽ മുന്നിൽ എന്ന ക്യാപ്ഷനോടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ചിത്രങ്ങളാണ് റെജി ലൂക്കോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. മലയാള ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായ റെജി ലൂക്കോസ് അമേരിക്കയിലാണ് കൂടുതൽ കാലവും ചെലവഴിച്ചത്. അമേരിക്കയിൽ 6 വർഷം പത്രപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ അധികാരമേറ്റപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ച ചുരുക്കം ചില മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് റെജി ലൂക്കോസ്. താൻ പിണറായിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് റെജി അവകാശപ്പെട്ടിരുന്നത്. കൈരളി TVയുമായും ദേശാഭിമാനിയുമായി അടക്കം സഹകരിച്ചിരുന്നു. കോട്ടയം കുരുമള്ളൂർ മനപ്പാട്ടുകുന്നിൽ ലൂക്കോസ് മേരി ദമ്പതികളുടെ മകനാണ്. ഇന്ന് രാവിലെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് റെജി ലൂക്കോസിനെ BJP-യിലേക്ക് സ്വീകരിച്ചത്. ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോയാൽ കേരളം വൃദ്ധസദനമാകുമെന്നായിരുന്നു റെജി ലൂക്കോസിന്റെ പ്രതികരണം. CPM വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കുറേ നാളുകളായി എനിക്ക് ക്ഷണമുണ്ട്. ഇന്നു മുതൽ എൻ്റെ ആശയങ്ങൾ BJP-ക്കൊപ്പമാണ്. പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടു. ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും പ്രവർത്തികളും BJP-ക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.